ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇത് മുബാറക്ക്. ഇന്നത്തെ ഒരു ഈദ് വ്ളോഗ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പറ്റുന്ന ക്ലിപ്സൊക്കെ ഞാൻ എടുക്കാം. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, കുറച്ചൊക്കെ നമുക്ക് എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ വേഗം പോയി നിസ്കരിച്ച് പെരുന്നാൾ നിസ്കരിച്ച് പിന്നെ ഫുഡ് വന്നിട്ട് പത്തിരും കോഴിക്കറിയായിരുന്നു. അതും കഴിച്ച് അപ്പോഴത്തേക്കും ഞാൻ മാറ്റിൻ്റെ ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും വന്ന് കഴിച്ചു. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അത് നമുക്ക് എല്ലാ വീഡിയോ എടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ പോകുന്നത് എവിടുന്ന ഫോട്ടോ എടുക്കാമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏതൊക്കെ ഒരു പുര കണ്ടുപിടിച്ച് അത്യാവശ്യം നല്ലൊരു കാണാൻ കൊള്ളാവുന്ന പുര ആയിരുന്നു അത്. അവിടെ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് വേഗം റിട്ടേൺ അടിച്ചു ഗൈസ്. അപ്പം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവൾക്ക് അവൾ ഉണ്ടായിരുന്നായിരുന്നു പെരുന്നാൾ. അപ്പം അവൾ അങ്ങോട്ട് പോയി, ഞാൻ എൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ ഞങ്ങൾ വേറെ എവിടെയും കറങ്ങാൻ പോകാൻ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ പെട്രോൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ റോഡുമ്മൽ നിൽക്കുകയാണ്. നമുക്ക് നിൽക്കുമ്പോൾ പെട്രോൾ കൊണ്ടുതരാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു അരമണിക്കൂർ നിന്നാൽ കിട്ടും. ഓക്കെ, നമ്മൾ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ബാഗ് കൊടുക്കുന്നുണ്ട്, കാണിച്ചു തരാം. നമുക്കൊന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഗൈസ്. ഞാൻ മേക്കപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഗൈസ് നമ്മൾ പെട്രോൾ അടിച്ചിരിക്കുന്നു. പക്ഷേ അടുത്ത പോസ്റ്റാണ്. ഇവിടെ ഇനി എത്ര മണിക്കൂർ നിൽക്കണം നമുക്കറിയില്ല. ഫ്രണ്ട് ഓളെ പുരയിൽ പോയിട്ടുണ്ട്. അപ്പം എന്തോ എടുക്കാൻ മറന്നു പോയി. അപ്പം അതിന് പോയതാണ്. ഞാനിത് അവിടെ വണ്ടി ഇരിക്കുകയാണ് കേസ്. അപ്പം നമുക്ക് 28 പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഓളാണെങ്കിൽ ഒന്ന് കഴിച്ചിട്ടും ഇല്ലായിരുന്നു. കഴിച്ചിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടൊന്നും വരുവായിരിക്കാം. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഒരു കാട്ടിലാണ് കേസ്. ഫുള്ള് കാടാണ്. കാടിന് നടുവിലാണ് റോഡ്. നമ്മൾ വീട് തന്നെ ഒരു ഉൾഗ്രാമത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കിത് സിനിമക്ക് പോകാൻ ഗൈസ്. എൻ്റെ ഉമ്മ എന്നോട് 3 മണി ആകുമ്പോഴേക്കും പോകാനാണ് പറഞ്ഞത്. ഞാൻ 3 മണി ആകുമ്പോഴേക്ക് എത്തുമെന്ന് അറിയില്ല. ഐ ഡോണ്ട് നോ എത്തുമായിരിക്കും. എപ്പോൾ ഫുഡ് കഴിക്കാമെന്നൊന്നും അറിയില്ല. 4 പത്തിരി തിന്നിട്ടുള്ളൂ. ഞാൻ കണ്ടില്ല വീഡിയോയിൽ. എൻ്റെ സുഖക്കുറവ്. ഓക്കെ, ഞാൻ ഇവിടെ പോസ്റ്റാണ്. ഞാൻ എന്താ പറയേണ്ടത് അറിയില്ല. നിങ്ങളല്ലാണ്ട് എനിക്ക് വേറെ ആരുമില്ല പറയാൻ. അവളിപ്പോൾ എന്നാ വരും. ഞാൻ റോഡ് കാണിച്ചു തരാം. ഇതാണ് റോഡ്. അവളിപ്പോൾ അവിടെ എവിടെയോ ആണ്. ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അതിൻ്റെ അടുത്തെങ്ങാനായിരുന്നു. നമ്മൾ ഈ ഒരു കല്ല് കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളെ വണ്ടി എത്രയ്ക്കും ഉഷാറാണെങ്കിലും നമ്മൾ പോവില്ല. ഓക്കെ, നമ്മൾ വണ്ടി കോലം കണ്ടാൽ മതി, ഒന്നും പറയില്ല. ക്യാമറ, എൻ്റെ ഡ്രസ്സ് പച്ച കത്തുന്നുണ്ടല്ലേ. ഇവിടെ ഒരു പുരണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് റോഡ്, അവിടുന്ന് ഒരു നീ റോഡിൽ കയറാം. ഓക്കെ, സാധാരണ വലിയൊരുനാളിന് മഴ ഉണ്ടാവാറ്. ഇന്ന് നമ്മളുടെ ഭാഗ്യം കൊണ്ട് നല്ല ചുട്ട വെയിലാണ്. ഇന്നലെയൊക്കെ നല്ല മൂടി കെട്ടിയിട്ട മാതിരിയായിരുന്നു. 1 മണിക്ക് വെക്കാം. പക്ഷെ മഴ പെയ്തിട്ടില്ല. മഴ പെയ്തിരുന്നു, വൈകുന്നേരം ഞാൻ മഴ പെയ്തിരുന്നു. പക്ഷെ നല്ല അടിപൊളി. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്ലൈമറ്റ്. ഇരുട് മൂടിയിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ്. മഴ വരാൻ പോലത്തുള്ള ആ ഒരു തണുപ്പും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു വൈബൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഗൈസ്. ഞാൻ ഇരിക്കുന്നിടത്തില്ല, നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് കാണാം. ഇതാണ് ഞാൻ ഇട്ട മൈലാഞ്ചി. കൈൻ്റെ അടിയിലൊന്നും നട്ടിട്ടില്ല. ഇതാണ് ഞാൻ ചെയ്തൊരു റിങ്. പിന്നെ വന്നിട്ട് ഇത് റിങ് കൂടെ ഉണ്ട് കാണിച്ചു. ഈ റിങ് ഇതൊക്കെ ഞാൻ ഇടാത്ത റിങ്ങാണ്. പക്ഷെ ഞാൻ ഇതിൽ കിട്ടും ഒരു വയസ്സമായ റിങ്ങാണ്. ഓക്കെ, ഞാൻ ചെരുപ്പ് വന്നിട്ട് എൻ്റെ ഒരു സീരീസാണ് ഇട്ടിട്ടുള്ളത്. ബാക്കി അടുത്ത് ഞാൻ കാണിച്ചിട്ടാവുന്നതാണ്. ഈ ഒരു കമ്മലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട് ഓടി വരുന്നത് ഞാൻ കാണിച്ചില്ല ഗൈസ്. അവൾ ഒടുക്കം അവൾ വരുന്നുണ്ട്. ഇത്രയും ദൂരമുണ്ട്. നമുക്ക് വണ്ടി വളച്ച് വെക്കാം, ബാക്കി കാണാം. അങ്ങനെ ഞാൻ അവളെയും കൂട്ടി വലിയൊരു മല തന്നെ നമുക്ക് കയറാണ്ട്. ആ പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടിപൊളി വ്യൂ ആണ്. അതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോത്തെ ആ ഒരു ജീവിടുന്ന വെച്ചും കിളികളെ വെച്ച് എല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. കാരണം ഞാൻ വോയിസ് ഓവർ അല്ല കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് മൈക്ക് തന്നെ സംഭവമില്ല. അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം.
അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ അടിപൊളി വ്യൂ കണ്ടിട്ടാണ് പോകുന്നത്. ഇതൊരു ഭാഗമാണ് ഈ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തോണിക്കടവ്. നമ്മൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കണം, കുറച്ച് ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ തോണിക്കടവാണുള്ളത്. നിർണയമുണ്ട് നമ്മുടെ കൂടെ. ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മൾ മഴ ചാറുന്നുണ്ട്. നമ്മളങ്ങനെ തോണിക്കടവ് എത്തി. നീണ്ട യാത്രകൾക്ക് ശേഷം നമ്മളുടെ കൂടെ നിർണയമുണ്ട്. നമ്മൾ പെരുന്നാളിന് ബിരിയാണി ഒന്നും തിന്നാണ്ട് ഒറ്റ മൈൻഡിൽ കഴിഞ്ഞതാണ്. ഓക്കെ, അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കണം. ചാർജ് ഇല്ല ഫോണിൽ. നമ്മൾ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതെ അതെ, പെരുന്നാൾ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, അത്യാവശ്യം റഷ് ആയിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ കുറേ പോത്തുകളെ പശുക്കളെയൊക്കെ കണ്ടു ഗൈസ്. നമ്മൾ മഴ സതിച്ചിരിക്കുന്നു. മഴയാണ് ഇപ്പോൾ ഫുള്ള്. നമ്മളിപ്പോൾ ഏതൊരു മരത്തിന് മുകളിലല്ലോ താഴെ ഇരിക്കുവാണ്. ഹറാമീസിലിടാം. നമ്മൾ രണ്ടുപേരും ഇത് കിടക്കാൻ പോവുകയാണ്. വാ നീ. നമുക്ക് വെള്ളത്തിൽ ഫോൺ വീണാൽ നിങ്ങൾക്ക് പിന്നെ എന്നെ കാണില്ല. മീനൊക്കെ ഉണ്ടല്ലോ. നമ്മളിത് ഈ ഒരു സംഭവം കിടന്നിരിക്കുന്നു. ഫൈനലി നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇവിടെ ഫുള്ള് കല്ലാണ്, കാണിച്ചു തരാം. ഈ കല്ലാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഈ ചെറുപ്പം അതിനോട്ട് മറ്റേതാണ് ഇപ്പോൾ വീണേന് ആ വെള്ളം. യോ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആകാശ സീകന് ഗൈസ്. ആട്ടിടിയന്മാരൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ വേറൊരു വ്ളോഗറാണ്. മലയാണ്. നമ്മൾ ഏരിയ തന്നെ നമ്മളെ പുരയുന്ന ഇത് ഇവിടേക്ക് 1/2 മണിക്കൂർ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം ഗൈസ്. ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. എന്നാൽ ഇവിടെ കുറേ മൃഗങ്ങളുണ്ട്. നമ്മൾ പുരക്ക് പോവാണ് ഗൈസ്. നമ്മൾ ഏറെ കഷ്ടപ്പാടോടെ പോത്തിനോട് ചെരുപ്പൊക്കെ മേടിച്ചു. ആ വീഡിയോ കഴിച്ചു തരണേ. പോത്ത് പിടിച്ച് ഗൈസ്. നമ്മൾ എന്നിട്ട് പുരക്ക് പോവാണ്. പുരക്ക് പോകണം, ഫുഡ് കഴിക്കണം. ഫോൺ ചാർജ് ഇല്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാലും അടിപൊളി മഴ ഗൈസ്, ഒന്നും പറയാനില്ല. നമ്മൾ അവിടെ ഒരു ഷെഡ് മാറ്റി സമയത്ത് ബസ് സ്റ്റോപ്പാണ് ഷെഡാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ കയറി. ഞാൻ നേരത്തെ വ്ളോഗ് പറഞ്ഞിരുന്നു ചുട്ട വെയിലാണെന്ന്. അത് ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തിരിക്കുന്നു ഗൈസ്. അടിപൊളി മഴയത്. പിന്നെ നമ്മൾ മഴയത്ത് കുടിച്ചൊരു ഭാഗം മേക്കപ്പൊക്കെ കുറേ പോയി, കുറേ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ സിനിമ കാണാൻ വന്നതാണ്. എനിക്ക് വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഡ്രൈവിങ് ഞാൻ നേരിട്ട് ചെയ്യുന്നത്. അപ്പം ഫാമിലിയുടെ കൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. ദൃശ്യം 3 ആണ്. ഒന്ന് കയറാം. ഉള്ളിൽ കയറിയില്ല. ഡാഡിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി ഫുഡ് കഴിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ നമ്മൾ തിയേറ്ററിൽ ഇട്ട്. തിയേറ്ററിൽ വന്നപ്പോൾ ആണെങ്കിലോ നമ്മൾ നേരത്തെ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ പോപ്കോണൊക്കെ മേടിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് എടുക്കുമ്പോഴേക്ക് സിനിമ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു അടിപൊളി സിനിമയാണ്, ഒന്നും പറയാനില്ല. എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ത്രില്ല്, അതേമാതിരി ഇൻവെസ്റ്റിഗേഷൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പോയി കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ്. അങ്ങനെ നമ്മൾ വരുന്ന ഒരു ഐസ്ക്രീം തിന്നാന്ന് വെച്ച് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ അതും വാങ്ങി നേരെ പുറയ്ക്ക് പോയി. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.